Hello everyone, welcome to Easy Lessons. Today we will be discussing about the topic linked list. As we all know, linked list is implemented using a dynamic method. So before going to the details of linked list, just we can refresh the difference between static and dynamic memory allocation. We know that static memory allocation is a process of allocating memory during the compilation time, and whereas the dynamic memory allocation is a method of allocating memory during the runtime. As static memory allocation always allocates memory prior to the user's requirements, it may lead to memory wastage and memory shortage. So in order to avoid these problems, we always go for dynamic implementation here. Only after collecting the user's requirement, we are allocating memory. So concerned about linked list, we can define the linked list as a dynamic, linear, non-contiguous data structure. So linked list is a linear, dynamic and non-linear, non-contiguous data structures. Linear in the sense, similar to the arrays, we are storing a group of elements, whether it is characters or numbers, we are storing as a list. അറയിലെ പോലെ തന്നെ നമ്മൾ കുറേ നമ്പേഴ്സോ കുറേ ക്യാരക്ടേഴ്സോ കുറേ സ്ട്രിങ്സോ ഒക്കെ നമ്മളൊരു ലിസ്റ്റ് പോലെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഒരു അറേ തന്നെയാണ് ശരിക്കും ലിങ്ക് ലിസ്റ്റ് എന്ന് പറയാൻ. പക്ഷെ അറേ എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. അറേയുടെ കേസിൽ സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷനും ഡൈനാമിക് ഇംപ്ലിമെന്റേഷനും പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ കൂടുതലും സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷൻ ആണ് ഫോളോ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി വേസ്റ്റേജും ഷോർട്ടേജും ഒക്കെ ചാൻസസ് ഉണ്ട്. പക്ഷെ ഇവിടെ ലിങ്ക് ലിസ്റ്റിന്റെ കേസിൽ ദ ഇംപ്ലിമെന്റേഷൻ ഇസ് ഓൾവേസ് ഡൈനാമിക്. സോ ദ മെമ്മറി യൂട്ടിലൈസേഷൻ ഇസ് വെരി മച്ച് efficient in the case of linked list. And similar to array, it is a linear data structures. And in the case of array, it is a contiguous data structure. That is, if you want to store 200 elements in an array, if it is an integer array, we require 400 bytes as a single block. Single block ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അറേനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് ആ പ്രോബ്ലം ഇല്ല. ഈവൺ ഇഫ് ദ മെമ്മറി ഇസ് അവൈലബിൾ ആസ് സ്കാറ്റേർഡ്, നമുക്ക് ഡാറ്റേനെ പല ലൊക്കേഷൻസിലായിട്ട് സ്കാറ്റേർഡ് ഫാഷനിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം. ആൻഡ് ദി സ്കാറ്റേർഡ് ലൊക്കേഷൻസ് ആർ ലിങ്ക് ടുഗദർ യൂസിങ് പോയിന്റേഴ്സ്. So as the scattered locations are linked using pointers, these data structures are known as linked list. So compared to array, insertion and deletion can be implemented very easily in the case of linked list. Arrayയിൽ നമുക്കറിയാം ഒരു നമ്പർ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഫോളോയിങ് എലമെന്റ്സിനെയൊക്കെ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ എം ടി സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്യാറുള്ളത്. അതുപോലെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷിഫ്റ്റ് അപ്വേർഡ്സ്, ഓൾ ദ എലമെന്റ്സ് ആർ ഷിഫ്റ്റഡ് അപ്വേർഡ്സ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് അറേ എലമെന്റ്സ് ആൻഡ് നമ്പർ ഓഫ് പൊസിഷൻ ഓഫ് ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ. അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഷിഫ്റ്റിങ്ങിന്റെ ടൈം വ്യത്യാസം വരും. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമിങ് പ്രോസസ്സായിട്ട് മാറും. അപ്പോൾ പക്ഷേ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഒരു നമ്പറിന് ഇൻസേർട്ട് ചെയ്യുന്ന ടൈം ആയിരിക്കില്ല 50th പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് അറേ, ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ ഇസ് എ വെരി ടൈം കൺസ്യൂമിങ് ടാസ്ക് ആൻഡ് ദ ടൈം ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൊസിഷൻ ഓഫ് ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ. പക്ഷെ ലിങ്ക് ലിസ്റ്റിൽ എത്ര വലിയ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിലും എത്ര ചെറിയ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിലും ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ ടേക്സ് ഓൾവേസ് സെയിം ടൈം. നമുക്ക് ജസ്റ്റ് 2 പോയിന്റേഴ്സ് മാറ്റിവെക്കേണ്ട കഥകളെ വരുന്നുള്ളൂ. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഇൻസേർഷനും ഡെലീഷനിലും കാണും. പക്ഷെ അറേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിങ്ക് ലിസ്റ്റിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസുകൾ ഇതൊക്കെയാണ്. ഓക്കെ, ആൻഡ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ലിങ്ക് ലിസ്റ്റ്? ദ കേസ് ഓഫ് അറേ, വി കോൾ ദ ഡാറ്റ ഗിവൺ ഇൻ ദ അറേ ആസ് എലമെന്റ്സ് ഓഫ് ദ അറേ എന്നാണ് നമ്മൾ പറയാറുള്ളത്. വെറാസ് ഇൻ ദ കേസ് ഓഫ് ലിങ്ക് ലിസ്റ്റ്, ഈച്ച് ആൻഡ് എവറി എലമെന്റ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ് ഈസ് നോൺ ആസ് നോഡ്സ്. കളക്ഷൻ ഓഫ് നോഡ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റ്. എന്താണ് ഈ നോഡ്? നോഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഡയഗ്രത്തിൽ കണ്ടോ, ഇവിടെ കുറെ നോഡ്സിന്റെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഓരോ ബ്ലോക്സിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയാം. ഈ നോഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു മെയിൻലി 2 പാർട്സ്, ഡാറ്റ ഓർ ഇൻഫർമേഷൻ പാർട്ട് ആൻഡ് നെക്സ്റ്റ് പോയിന്റർ. ഡാറ്റ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ പാർട്ടിലാണ് നമ്മൾ യൂസർ കൊടുക്കുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അറേ ഓഫ് n നമ്പേഴ്സ് അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് ഓഫ് n നമ്പേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്ന പോർഷനാണ് ഇൻഫർമേഷൻ പാർട്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ പോർഷനിൽ എന്താ ഉണ്ടായിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിങ്ക് ലിസ്റ്റിലെ എലമെന്റ്സ് സ്കാറ്റേർഡ് ലൊക്കേഷൻസിലായിരിക്കും. സോ നെക്സ്റ്റ് നോഡ് എവിടെയാണോ കിടക്കുന്നത് ആ അഡ്രസ് ആയിരിക്കും ഫസ്റ്റ് നോഡിന്റെ
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പോയിന്ററിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. പോയിന്റർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു എം ടി നോഡ് ഉണ്ടാക്കും. ഈ ഫസ്റ്റ് എം ടി നോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് എം ടി നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എപ്പോഴും നമ്മുടെ ഹെഡ് എന്ന് പറഞ്ഞ പോയിന്ററിൻ്റെ കയ്യിൽ. ഇപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ ഹെഡ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ഫസ്റ്റ് നോഡ്. ഈ ഫസ്റ്റ് നോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 പാർട്ടുണ്ട്, ഡാറ്റ പാർട്ടും ഉണ്ട്, അഡ്രസ് പാർട്ടും ഉണ്ട്. ഡാറ്റ പാർട്ടിൽ നമ്മൾ യൂസർ കൊടുക്കുന്ന ഡാറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റർ ഓൾവേസ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്. അടുത്ത നോഡ് മെമ്മറിയിൽ എവിടെയാണോ കിടക്കുന്നത് ആ അഡ്രസ്സ് ആയിരിക്കും ഫസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്ററിൽ ഉണ്ടായിരിക്കുക. കറസ്പോണ്ടിംഗ്ലി സെക്കൻഡ് നോഡ് എടുത്തു കഴിഞ്ഞാൽ ദ ഇൻഫർമേഷൻ പാർട്സ് കണ്ടെയ്ൻ ഓൾവേസ് ദ ഡാറ്റ ഗിവൺ ബൈ ദ യൂസർ ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റർ കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ തേർഡ് node. Similarly, each node contains the information part and next pointer, and always the information part contains the data given by the user, and the next pointer contains the address of the next node. And in the case of last node, as there is no next node, ഇവിടെ നെക്സ്റ്റ് നോഡ് എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ നൾ എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യാം. അതായത് ഇവിടെ നെക്സ്റ്റ് നോഡിൻ്റെ അവിടെ നമുക്ക് പറയാം ഇത് നൾ എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ 500 എന്നല്ല, നമുക്കവിടെ നൾ എന്ന് തന്നെയാണ് വരിക, ഇങ്ങനെയാണ് വരിക. ഇവിടെ നമുക്ക് നൾ എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ലാസ്റ്റ് നോഡിന് മാത്രമാണ് പ്രത്യേകത. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോറിങ് എനി വാല്യൂസ് വി വിൽ ബി സ്റ്റോറിങ് എ നൾ വാല്യൂ ഇൻ ദ നെക്സ്റ്റ് പോയിന്റർ. ഇവിടെയും കണ്ടോ നെക്സ്റ്റിൽ നള്ളായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ സ്ട്രക്ചർ. ഇതിൽ ഓരോ നോഡിനും നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഫിഗർ എന്താണ് നോഡ്, എന്താണ് നോഡിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 പാർട്സ്. ഇതിൽ ഈ ഡാറ്റ പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നമ്പർ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ടു ക്രിയേറ്റ് എ ലിങ്ക് ലിസ്റ്റ് ഓഫ് എൻ എംപ്ലോയീസ് എന്നൊക്കെ ആണെങ്കിൽ ഡാറ്റ പാർട്ട് മേ കണ്ടെയ്ൻ എംപ്ലോയി നമ്പർ, നെയിം ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ എത്ര ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം. എനിവേ ദ ഡാറ്റ പാർട്ട് എന്ന് പറയുന്നത് യൂസർ കൊടുക്കുന്ന ഡാറ്റ ആയിരിക്കും. അത് ചിലപ്പോൾ 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ നെക്സ്റ്റ് പോയിന്ററിൽ എപ്പോഴും നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ലിങ്ക് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ലിങ്ക് ലിസ്റ്റിനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലീനിയർ ലിങ്ക് ലിസ്റ്റ്, സർക്കുലാർ ലിങ്ക് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക് ലിസ്റ്റ്, ഡബ്ലി സർക്കുലാർ ലിങ്ക് ലിസ്റ്റ് ആൻഡ് ഹെഡർ ലിങ്ക് ലിസ്റ്റ്. സോറി, ഇവിടെ ഒരു സ്പെല്ലിംഗ്, ഹെഡർ linked list. And this linear linked list is otherwise known as one-way list, and doubly linked list is otherwise known as two-way list. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഇതിൽ കാണും. ലീനിയർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന പോലെ നമ്മുടെ കയ്യിലൊരു ഹെഡർ നോഡ് ഉണ്ടാവും. ഹെഡർ നോഡിൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, ഫസ്റ്റ് നോഡിൻ്റെ കയ്യിൽ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇതിങ്ങനെ പോയിട്ട് ലാസ്റ്റ് നോഡിൻ്റെ ഡോട്ട് നെക്സ്റ്റ് നൾ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് സിംഗിളി ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ വൺ വേ ലിസ്റ്റ് അല്ലെങ്കിൽ ലീനിയർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈച്ച് നോഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു 2 പാർട്സ് ആണെന്ന്. ഡബ്ലി ലിങ്ക് ലിസ്റ്റിൽ 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് ഈസ് നോൺ ആസ് പ്രീവിയസ് പോയിന്റർ, സെക്കൻഡ് പാർട്ട് ഈസ് ഡാറ്റ ആൻഡ് തേർഡ് പാർട്ട് ഈസ് നെക്സ്റ്റ് പോയിന്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ as in the case of singly linked list, the data part always contains the data given by the user, whereas the previous pointer contains the address of the previous node, and the next pointer contains the address of next node. So what happens is that in the case of second node, the previous node contains the address of first node, and the next pointer contains the address of third node. And in the case of third node, the previous pointer contains the address of second node, and next pointer contains the address of fourth node. And in the case of last node, the next pointer will be set as null because there is no next node. In the same way, in the case of first node, the previous pointer is set as null value because there is no previous node to this first node. Okay, that is doubly linked list. And regarding circular linked list, it is similar to one-way list. The only difference is that instead of setting a null value in the last node, we are setting the address of the first node itself. That means in the last node, the next pointer contains the address of first node. So it is a linked list in which the accessing can be done in a circular fashion.
The only difference between linear and circular linked list is in the case of the next pointer of the last node. And the fourth type is doubly circular linked list. Doubly circular linked list is similar to doubly linked list. The only difference is that the null values in the previous pointer of the first node and the next pointer of the last node is replaced by the address of last node and first node respectively. That is, the first node, take the case of first node, the previous pointer contains the address of last node. Instead of setting it as null, it contains the address of last node. In the same way, take the case of the last node. Here the next pointer contains the address of first node. So instead of setting a null value, we are storing some sort of useful information. So doubly circular linked list is the fourth type of linked list, and this doubly linked list is otherwise known as a two-way list because we can print the linked list or traverse the linked list either in the forward direction or in the backward direction. And the next type is a special type of linked list which is known as header linked list. Header linked list is a linked list in which a header node, a special node called a header node, is inserted or is always placed as a starting node. So here in this figure, let me enlarge this figure a little. Here the first node is called the header node, and then the remaining nodes are added. So what is the use of this header node is that while doing deletions or insertions, if we are not keeping a header node and if we are deleting the first node or if we are inserting a node in the beginning, always the starting address keeps changing. So the start pointer or the head pointer has to be replaced or reset always after the insertion or deletion. ഓരോ ഇൻസേർഷൻ ഡെലീഷൻ കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. കാരണം ചിലപ്പോൾ ബിഗിനിങ്ങിലൊക്കെ ആയിരിക്കും ഇൻസേർഷൻ നടക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റിലത്തെ ഒരു നോഡായിരിക്കും നമ്മൾ കളയുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് അഡ്രസ്സിന് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ മാറ്റങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹെഡർ നോഡ് വയ്ക്കുകയാണ്. എന്നിട്ട് ഹെഡർ നോഡിൻ്റെ അഡ്രസ്സാണ് സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഹെഡർ നോഡ് അവിടെ പെർമനൻ്റ് ആയിട്ട് ഏതൊക്കെ നോഡുകൾ പോയി കഴിഞ്ഞാലും ഹെഡർ നോഡ് അവിടെ പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ്സിന് ഒരിക്കലും ലിങ്ക് ലിസ്റ്റിൽ മാറ്റങ്ങൾ വരില്ല. കാരണം ഹെഡർ നോഡിലാണ് പിന്നെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നോഡ് പോവുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് നോഡിൻ്റെ ഇടയിൽ വേറൊന്നും വരികയോ ഒക്കെ ചെയ്താൽ നമ്മുടെ ഹെഡർ നോഡിലാണ് മാറ്റങ്ങൾ വരുള്ളൂ. അതല്ലാതെ സ്റ്റാർട്ടിങ് അഡ്രസ്സിന് മാറ്റങ്ങൾ വരില്ല. ഹെഡർ നോഡിൻ്റെ നെക്സ്റ്റ് പോയിന്ററിനാണ് മാറ്റങ്ങൾ വരുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഒരു കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഹെഡർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫിഫ്ത്ത് കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ലിങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ലിങ്ക് ലിസ്റ്റ് ഈസ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഈസ് എ നോൺ കണ്ടിഗ്യുവസ് ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് ദ മെമ്മറി ഈസ് efficiently utilized, and compared to array, insertion and deletion can be done easily in the case of linked list. So the different types of linked list are linear linked list or one-way list, circular linked list, doubly linked list or two-way list, doubly circular linked list, and header linked list. So hope you understood the introduction part of linked list. If you understood the video, please like, share and subscribe the video. Once again, thank you all. So we will meet in the next video with the details of types of linked list, that is linear linked list, all the operations and all will be discussed in the next video. Okay, thank you.